ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. ഇതിനായി മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് 2 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടത് ബോയിൽ ചെയ്തെടുക്കണം. ഈ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അധികം വെന്ത് പോകാതെ തന്നെ 2 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള ഗ്രേവി തയ്യാറാക്കാം. 1/2 കപ്പ് മൈദ മാവ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ കോളിഫ്ലവർ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിൻ്റെ ഒരു വശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുക്കണം. കോളിഫ്ലവർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചരിച്ചരിഞ്ഞത്, സവാളയുടെയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തിക്കായിട്ടുള്ള ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം.
വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കിയെടുക്കാം. ഗോബി മഞ്ചൂരിയൻ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.